ശ്രീ വിഷ്ണു, ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ജയരാജ് പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ റോഡുകളുടെ പണി പൂർത്തിയാകും, കാര്യങ്ങളെല്ലാം സോൾവ് ആവും, അടുത്ത മഴയോടുകൂടി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന്. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റാത്ത സ്ഥിതിയല്ലേ തിരുവനന്തപുരത്ത്? താങ്കൾ എല്ലാ ദിവസവും ഇറങ്ങി നടക്കുന്നയാളാണല്ലോ. വി ശിവൻകുട്ടിയും ജയരാജുമൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഇപ്പം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം ശരിയാകും. തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ ഒരു ഇഞ്ച് പോലും ഒരു സാധാരണക്കാരന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഇന്ന് തലസ്ഥാനത്തുള്ളത്. ഒരു കുട്ടിക്ക് പോലും നടന്നു പോകാൻ കഴിയുന്നില്ല. കഴിഞ്ഞ 8 വർഷമായി സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നഗരസഭയിൽ നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വട്ടം ഈ പദ്ധതി വൈകിപ്പിച്ചു. ആദ്യം മര്യാദ രീതിയിൽ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയെ ഇല്ലാപ്പോക്ക് മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് നഗരസഭ പിണക്കി അയച്ചു. ഇപ്പോൾ ഊരാലുങ്കൽ സൊസൈറ്റിക്ക് മുഴുവൻ വർക്കും കൊടുത്തിട്ട് പറയുകയാണ് പണി ഇപ്പം തീരും. ഇപ്പം തീരുന്നത് എപ്പോൾ തീരും എന്ന് ചോദിച്ചാൽ പറയും 15-ാം തീയതി തീരും. 15-ാം തീയതി എന്ന് എപ്പോൾ ചോദിച്ചാൽ പറയും 20-ാം തീയതി തീരും. 20-ാം തീയതി തീരുമെന്ന് ചോദിച്ചാൽ പറയും 25. ഏത് സമയത്ത് ചോദിച്ചാലും തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രി ശിവൻകുട്ടിയും മേയറും കൃത്യമായ ഡേറ്റ് പറയും. കണക്കുകളിലൊന്നും യാതൊരു തെറ്റുമില്ല. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തിലെ ഇത്രയും പ്രതിസന്ധി രൂക്ഷമായപ്പോൾ മേയർ റോഡിൽ കിടന്ന് തല്ലുകൂടുമ്പോൾ ഇവിടുത്തെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു ഉല്ലാസയാത്രയിൽ. ഇവരാണ് നാട് ഭരിക്കുന്നത്. താങ്കൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇത്രയും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ നഗരം കടന്നു പോകുമ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇപ്പോൾ ഉല്ലാസയാത്രയിൽ പോയിരിക്കുകയാണ്. നഗരത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ കഴിയുന്നില്ല. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എവിടെ പോയി? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടണ്ടേ? നഗരത്തിൽ മുഴുവൻ അതിരൂക്ഷമായി രോഗങ്ങൾ ഇപ്പോൾ പിടിപെടുമല്ലോ. ഇപ്പോൾ നഗരത്തിലെ റോഡുകൾ ചെളിക്കളങ്ങളായി മാറി കുളങ്ങളായി മാറുമ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് നഗരത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. എന്താ ഈ പ്രവർത്തനങ്ങൾ മേയർ ഏകോപിക്കാത്തത്? തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മെയ് പകുതിയോടുകൂടി വലിയ മഴയെത്തും. അതുകൊണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തലസ്ഥാന നഗരത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ തിരുവനന്തപുരത്തെ മേയർ തലസ്ഥാനത്തെ തിരിഞ്ഞു നോക്കാതെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ചെയ്യുമ്പോൾ തന്നെ അറിയാം അവരൊരു മേയറാണ്. തലസ്ഥാനത്ത് കൗൺസിൽ വിളിച്ചു ചേർത്തില്ല. സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചു ചേർത്താണ്, പ്രതിപക്ഷ കൗൺസിലർമാരുടെ നിർബന്ധപ്രകാരം വിളിച്ചു ചേർത്താണ് ഇപ്പോൾ കുറച്ച് തുകയെങ്കിലും അനുവദിച്ചത്. വാർഡുകളിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല ബഹുഭൂരിപക്ഷം വാർഡുകളിലും നഗരത്തിൽ. ഇപ്പോൾ നഗരത്തിൽ അതുകൊണ്ടാണ് വെള്ളക്കെട്ടുണ്ടാകുന്നത്. പല കൗൺസിലർമാരും സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ടാണ് അടിയന്തരമായ നടപടികൾ സ്വന്തം വാർഡുകളിൽ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം വാർഡുകളിൽ നിന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിദയനീയമാണ്.